ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചണിൽ നിന്ന് എല്ലാം റെഡിയാക്കി നമ്മുടെ ടേബിളിലേക്ക് വെച്ചു. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് പുട്ടും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ നമ്മുടെ ചായയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി, തേങ്ങാപ്പാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന ഒരു മുട്ടക്കറിയാണ്. ഇടിയപ്പത്തിനും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും പുട്ടിനും ദോശയ്ക്കും എല്ലാത്തിനും എനിക്ക് ഒരേപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആദ്യം തന്നെ ചായ കുടിക്കുകയാണ്. പിന്നെ അതിനുശേഷം പുട്ടിൽ കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ട്, നല്ല സോഫ്റ്റ് അരിപ്പുട്ട്, ചിരട്ടപ്പുട്ടും അതുപോലെ തന്നെ മുട്ടക്കറിയും. അപ്പോൾ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണല്ലോ പുട്ടും മുട്ടക്കറിയും എന്ന് പറയുന്നത്. ഭയങ്കര ചൂടാണ്, അപ്പം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ചൂട് കാരണം നല്ല സ്പീഡിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചൂടൊന്ന് മാറിയിട്ട് വേണം കുറച്ചും കൂടെ ആസ്വദിച്ച് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 മുസമ്പി വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇക്ക ഇങ്ങനെ വീട്ടിലുള്ള ദിവസം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേനും ജ്യൂസും സ്നാക്സും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ടൈം ആയില്ല. അപ്പോൾ ലഞ്ചിന് കുറച്ച് മുന്നേ ഞാൻ 2 മുസമ്പി എടുത്തിട്ട് ജ്യൂസ് അടിച്ചു. നല്ല തണുപ്പിച്ചിട്ട് കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല തണുത്ത ജ്യൂസ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാതിരുന്നത്, അതുപോലെ തന്നെ കിച്ചൺ വിശേഷങ്ങളൊന്നും ഷെയർ ഇരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ലഞ്ച് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ ലഞ്ച് കുക്കിംഗ് ഉള്ളപ്പോൾ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കിച്ചണിലേക്ക് കയറി. ലഞ്ചിന് നിൽക്കുക വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നാടൻ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കൂടുതലും ഈ വീക്കെൻഡ്സിലും സാദാ ചോറും കറികളും ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓഫീസുള്ള ദിവസങ്ങളിൽ ഇക്ക കൂടുതലും പുറത്തുനിന്ന് ഈ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ആ വക ഐറ്റംസൊക്കെയാണ് കൂടുതൽ പുറത്തുനിന്ന് കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളപ്പോഴത്തേനാണ് ഈ നാടൻ ചോറും കറികളും ഒക്കെ ലഞ്ചിന് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും വീക്കെൻഡ്സിലും ലഞ്ചിന് കൂടുതലും നാടൻ ചോറും കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നാടൻ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഉച്ചയൂണാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്യാബേജ് തോരൻ. അപ്പോൾ ക്യാബേജും കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ സവോളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ക്യാരറ്റ് തോരനാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ തോരനാകുമ്പോഴത്തേനും അതിലേക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ക്യാബേജും ക്യാരറ്റും എല്ലാം വെന്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു പിടി പച്ചത്തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം കോക്കനട്ട് ഓയിലിൽ കടുകിലൊക്കെ താളിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കൂടുതൽ പച്ചത്തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം അങ്ങ് വേവിക്കരുത്. കുറച്ച് നേരം ഒരു 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കാതിരിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, പിന്നെ നമ്മുടെ ക്യാബേജ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വെന്തങ്ങ് പോവണ്ട, കുറച്ച് ക്രഞ്ചി ആയിട്ട് കുറച്ച് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇന്ന് ചോറിന് എന്തൊക്കെയാണ് കറികളെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ തോരനായിട്ട് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ നമ്മുടെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് ബീഫ് നല്ല വൃത്തിയായിട്ട് ബീഫ് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് ഡ്രെയിൻ ചെയ്തു. അതിൻ്റെ വെള്ളമൊക്കെ പോയി. ഇനി കുക്കിങ്ങിലേക്ക് കയറാം. അപ്പോൾ ഞാനിന്ന് ഒരു
എൻ്റെ രീതിയിലുള്ള ഒരു ബീഫ്, ഞാൻ എങ്ങനെയാണ് ബീഫ് വെക്കുന്നത്, ഞാൻ പല രീതിയിൽ ബീഫ് വെക്കാറുണ്ട്. ഇന്ന് ഞാൻ എന്നും വെക്കുന്നതിന് ഡിഫറൻ്റ് ആയിട്ട് വേറെ രീതിയിൽ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആ ബീഫ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മനസ്സന്തോഷം. അപ്പം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ബീഫ് വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു 5-6 വിസിൽ അല്ലെങ്കിൽ 6-7 വിസിൽ ഒക്കെ കേട്ട് ബീഫ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നെന്ന് പറയുന്നത് ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. ബീഫെന്ന് പറയുന്നത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയല്ല, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാനിന്ന് ബീഫ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ കുറച്ച് കൂടുതൽ കൊച്ചുള്ളി, പിന്നെ കുറച്ച് സവോള, തക്കാളി, കറിവേപ്പില, ഗ്രീൻ ചില്ലി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ബീഫ് അത്യാവശ്യം നന്നായിട്ട്, അതായത് വെൽ കുക്കായിട്ട് വിസിലൊക്കെ കേൾപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും കൊച്ചുള്ളിയും സവോള എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ബീഫ് കറിക്ക് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റിന്, ഇതിനെ ബീഫ് കറിയെന്നോ ബീഫ് റോസ്റ്റെന്നോ എന്ത് വേണേൽ പറയാം, ഞാൻ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് അല്ല ചേർക്കുന്നത്. ഞാനെല്ലാം ഇന്ന് അരിഞ്ഞാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും വെക്കുന്നതിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇന്ന് ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഒരു കംപ്ലീറ്റ് ഐറ്റംസ് നന്നായിട്ട് എത്രത്തോളം വെന്തലിയുന്നോ അത്രത്തോളം നമ്മുടെ ബീഫിന് ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വേവാനായിട്ട്, പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടു. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബീഫ് ഇനിയിപ്പോൾ ഞാൻ ഓരോരോ സ്റ്റേജായിട്ട് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ ലഞ്ചിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, അല്ല റെസിപ്പീസ് ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. പിന്നെ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഐറ്റംസ് എല്ലാം ഒന്ന് വെന്തപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഒരു ഹാഫ് തക്കാളിയാണ് കേട്ടോ, ഒരു തക്കാളിയല്ല, ഒരു വലിയ തക്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കുക്കറിൽ നമ്മൾ വിസിൽ കേൾപ്പിച്ച നമ്മുടെ ബീഫെന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ വേവിച്ചത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത്രയും ആ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തത്. അതിനുശേഷം പിന്നീട് ഞാൻ നമ്മുടെ നന്നായിട്ട് വഴണ്ട് വന്ന ആ ഒരു സവോളയിലേക്ക്, ആ സവോള, ഉള്ളി, തക്കാളി ആ ഒരു മിക്സിലേക്ക് ഞാൻ വീണ്ടും എന്തൊക്കെ ചേർത്തു, കുറച്ച് മല്ലിപ്പൊടി ചേർത്തു, എരിവിന് വേണ്ട മുളക് പൊടി ചേർത്തു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഈ വക ഐറ്റംസൊക്കെ ചേർത്തു. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. എന്നിട്ടും ഞാൻ നന്നായിട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഒന്ന് വെന്ത് അലിയുന്ന രീതിയിൽ, നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നല്ല വെന്ത് അലിയുന്ന രീതിയിൽ എല്ലാം ഒന്ന്, സവോളയും ഉള്ളിയൊക്കെ ഇപ്പം കാണാൻ പറ്റാത്ത പാകത്തിന് ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, തക്കാളിയും എല്ലാം. നമ്മുടെ ബീഫെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏകദേശം ബീഫ് പാനിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ടൈമായി. ഞാൻ വെള്ളം ഒന്നും അധികം ഒഴിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്തതേ ഉള്ളൂ. ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ കണ്ടിരിക്കുന്നത്, അതായത് ബീഫ് സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബീഫ് സ്റ്റോക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്കെന്തോ എന്നും വെക്കുന്നതിലും ഒന്ന് മാറ്റി
ഡിഫറൻ്റായിട്ട് വെക്കാൻ തോന്നി. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് നല്ല ബ്ലാക്ക് കളറിന് നല്ല കറുത്ത കളറിനുള്ള ബീഫ് റോസ്റ്റ് വെക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് പെപ്പർ പൗഡറൊക്കെ കൂട്ടിയിട്ടുള്ള ബീഫ് റോസ്റ്റ് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്ന് ബീഫ് റോസ്റ്റ് വേണ്ട, ബീഫ് ഒരു സെമി ഗ്രേവിയിൽ വെക്കാം എന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ബീഫ് റോസ്റ്റും മോര് കാച്ചിയതും വെക്കാമെന്നാണ്. പിന്നെ എൻ്റെ പ്ലാൻ മാറിയിട്ട് ഈ ഒരു ബീഫ് കറിയായിട്ട് ചോറിന് നിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഡാർക്ക് കളറിന്, അതായത് നല്ല കറുത്ത കളറിനുള്ള നല്ല നാടൻ ബീഫ് റോസ്റ്റ് വെക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ മട്ടൻ റോസ്റ്റ് നല്ല ഡാർക്കായിട്ടുള്ള അത് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഞാനിതാ ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ചോറിനപ്പം വേറെ പ്രത്യേകിച്ച് കറികളോ ഗ്രേവിയോ ഒന്നും വെക്കണ്ടല്ലോ, മോരൊന്നും കാച്ചണ്ടല്ലോ. അപ്പം ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ട് ഞാൻ അതുകൊണ്ടാണ്, വേറെ മോരൊന്നും കാച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു സെമി ഗ്രേവിയിൽ ഈ ഒരു ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇക്ക വീട്ടിലുണ്ട്, ഇന്ന് ലഞ്ചിന് ഇക്ക വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇക്കാക്ക് വേണം ചോറിന് ഇങ്ങനെ എന്തെങ്കിലും ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ബീഫ് സെമി ഗ്രേവി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് ഞാൻ സാറായിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂട് ചോറും അതുപോലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ എടുത്ത് അവൾക്ക് വേണ്ടിയിട്ട് വിളമ്പിയതാണ്. പിന്നെ അതിനുശേഷം എന്താ ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ലഞ്ച് കുക്കിങ് ഒക്കെ കിച്ചൺ തിരക്കുകളും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. പിന്നെ ഇതാ എനിക്ക് കഴിക്കാനുള്ള ഇക്കാക്കും സാറായിക്കുമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവരെടുത്ത് കഴിച്ചു. അതിനുശേഷം ഇതാ എനിക്ക് കഴിക്കാനുള്ള എനിക്ക് ആവശ്യത്തിന് കുറച്ച് ചൂട് ചോറ്, പിന്നെ ഇതാ ബീഫ് റോസ്റ്റും എനിക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറികളും ഒക്കെ ഞാൻ ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് മിക്സ്ഡ് തോരൻ, പിന്നെന്താ ചമ്മന്തിപ്പൊടി, പിന്നെ കട്ടത്തൈര് അതൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ലഞ്ചിന് ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമുക്ക് ചിക്കൻ പോലെ അല്ല, നമുക്ക് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ പണി കുറച്ച് കൂടുതലാണ്. അത് കഴുകുന്നത് മുതൽ പണി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വളരെ കാണുമ്പോൾ അത് അധികമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. എങ്കിൽ പോലും ഇന്ന് അത്യാവശ്യം കുക്കിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ ആണെങ്കിലും മുട്ടക്കറിയും പുട്ടുമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഈ വക ഐറ്റംസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അങ്ങനെ ചമ്മന്തിപ്പൊടി, നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഏകദേശം കഴിയാറാവുന്നുണ്ട്. പിന്നെ കട്ടത്തൈര്, നല്ല ബീഫ് കറിക്ക് നല്ല ചൂട് ചോറിലേക്ക് നല്ല കട്ടത്തൈരും നല്ല ബീഫ് കറിയും ക്യാബേജ് തോരനും ചമ്മന്തിപ്പൊടിയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ മുട്ട പൊരിക്കലോ പപ്പടം പൊരിക്കലോ ഒന്നും ഞാൻ ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒന്നും വേണ്ട, വളരെ ടേസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയായിരുന്നു കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല നാടൻ വെളിച്ചെണ്ണയ്ക്കകത്ത് പിന്നെ കൊച്ചുള്ളിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ സാധാരണ ഞാൻ ചില ദിവസങ്ങളിൽ ബീഫും ഒക്കെ വെക്കുന്നത് കുക്കറിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് വഴട്ടി ഒരുമിച്ച് വെക്കും. അപ്പോൾ അതിലും ടേസ്റ്റാണ്. ഇന്ന് സെപ്പറേറ്റ് കുക്കറിൽ ബീഫ് മാത്രം വേവിച്ചു, ബാക്കിയുള്ള ഐറ്റംസൊക്കെ പിന്നീട് സ്ലോ കുക്ക് ചെയ്തു. ഒരു 1 അവറോളം കിടന്ന് സ്ലോ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തത് കൊണ്ട് ആ ഒരു ബീഫ് കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിതാ എൻ്റെ ലഞ്ച് വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മോരും ആ കട്ടത്തൈര്, ഇവിടുത്തെ ആ ഒരു നമ്മുടെ ടിന്നിൽ കിട്ടുന്ന ആ ഒരു കട്ടത്തൈരുണ്ടല്ലോ, കട്ടത്തൈരും അതുപോലെ തന്നെ ബീഫ് കറിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് വിശേഷം എന്ന് പറയുന്നത്. അതിനുശേഷം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇതെന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലെക്സ് കുക്കീസാണ്. ഓവർ മധുരം, ഓവർ സ്വീറ്റ് ഒന്നുമില്ല, വളരെ ലൈറ്റായിട്ടുള്ള മധുരത്തോട് കൂടിയിട്ട് പുറമേ നല്ല കോൺഫ്ലെക്സിൻ്റെ ക്രിസ്പിനെസ്സോട് കൂടി. പിന്നെ അതിനുശേഷം പിന്നീട് മക്കൾക്ക് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ട്രോബെറി ഫ്ലേവർ ഡോണറ്റ് എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറച്ചെടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ രാത്രിയായപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ തമിഴ്നാട് സ്പെഷ്യൽ SS ബക്കറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തലേ ദിവസത്തെ ബിരിയാണി അത് ആവി കയറ്റി അത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹോംലി മീൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.